കേരള പോലീസിനെയും സർക്കാരിനെയും വെല്ലുവിളിച്ച് അർജുൻ ആയങ്കി ഒടുവിൽ അഴിക്കുള്ളിൽ. കണ്ണൂർ താളിക്കാവിൽ വെച്ച ഇന്ന് പുലർച്ചെ പിടിയിലായ ആയങ്കിയെ കൂത്തുപറമ്പ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അഭിഭാഷക ദമ്പതികളുടെ ഫ്ളാറ്റിൽ വെച്ചാണ് ആയങ്കി വലയിലായത്. ആയങ്കിയെ തിരിച്ചറിഞ്ഞ ഓട്ടോ ഡ്രൈവർ നൽകിയ വിവരത്തിന് പിന്നാലെയാണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയത്. കേരള പോലീസ് ഇപ്പോൾ അർജുൻ ആയങ്കി അറസ്റ്റിലാക്കിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പോലീസിനെ വെട്ടിച്ചുള്ള അർജുൻ ആയങ്കിയുടെ ഓട്ടം അവസാനിച്ചത് ഇന്ന് പുലർച്ചെ 2:45 വരെ. കണ്ണൂർ താളിക്കാവിലെ അപ്പാർട്ട്മെന്റിൽ വെച്ചാണ് പോലീസ് സംഘം അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുക്കുന്നത്. കൃത്യം 1:25 പോലീസ് സംഘം അപ്പാർട്ട്മെന്റ് വളയുന്നു. 2:45 അഭിഭാഷക ദമ്പതികളുടെ അപ്പാർട്ട്മെന്റിൽ വെച്ച് അർജുൻ ആയങ്കിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കടലിൽ കാണേണ്ട ഇവരെ കിട്ടിയ വേറൊന്നുമില്ല, ഓടിച്ച് പിടിച്ചു, അത്രയേ ഉള്ളൂ. ഇവിടെ കണ്ണൂർ ടൗണിൽ തന്നെയാണ് പിടിച്ചത്. എൻ്റയർ സ്റ്റേറ്റ് പോലീസിൻ്റെ കമ്പൈൻഡ് എഫേർട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തിയ അർജുൻ ആയങ്കി തളിപ്പറമ്പിൽ ചിറവക്കിലുള്ള ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കുന്നു. പോലീസ് അടുത്തെത്തി എന്ന് മനസ്സിലാക്കിയതോടെ ഒരു ഓട്ടോറിക്ഷയിൽ കയറി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഓട്ടോ ഡ്രൈവറുടെ ഫോണിൽ പലരെയും അർജുൻ ആയങ്കി ബന്ധപ്പെടുന്നുണ്ട്. അതിനിടയിലാണ് ഓട്ടോ ഡ്രൈവർ അർജുൻ ആയങ്കിയെ ചുടല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇറക്കുന്നത്. അതിനുശേഷം ഈ ഓട്ടോ ഡ്രൈവർ പോലീസിന് വിവരം കൈമാറി. ഇതോടെ അർജുൻ ആയങ്കിയും പോലീസും തമ്മിലുള്ള അകലം ഒരു കസ്റ്റഡിയുടെ ദൂരം മാത്രമായി ചുരുങ്ങി. ചുടലയിൽ ഓട്ടോ ഡ്രൈവർ ഇറക്കിയിട്ടുള്ള അർജുൻ ആയങ്കി ഒരു ചുവന്ന നെക്സോൺ കാറിലാണ് പിന്നീട് സഞ്ചരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 3:43 കണ്ണൂർ താളിക്കാവിലുള്ള അഭിഭാഷക ദമ്പതികളുടെ അപ്പാർട്ട്മെന്റിലേക്ക് ഇതേ ചുവന്ന നെക്സോൺ കാറിൽ അർജുൻ ആയങ്കി എത്തുന്നുണ്ട്. ഇതിന്റെ CCTV ദൃശ്യങ്ങളിൽ നിന്നും ഇക്കാര്യം വ്യക്തമാണ്. പിന്നീട് പോലീസ് എത്തി പിടികൂടുന്നതുവരെ അർജുൻ ആയങ്കി അപ്പാർട്ട്മെന്റിൽ നിന്നും താഴേക്ക് ഇറങ്ങിയതേയില്ല. അറിയേണ്ട കാര്യം ഇന്നലെ വീഡിയോ ആക്കി ഞാൻ ഇട്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറം വേറൊന്നുമില്ല. ഇനി എന്റെ ജീവൻ നശിപ്പിച്ച ആളായതുകൊണ്ട്, എന്റെ ജീവിതം നശിപ്പിച്ച ആളല്ലേ, പിന്നെന്താ വെല്ലുവിളിയൊന്നുമല്ല, ആവശ്യപ്പെടണം. കേരള പോലീസിന് എനിക്ക് നല്ല ഇതുവരെ മർദ്ദിച്ചില്ല, മർദ്ദിക്കുമായിരിക്കും. പുള്ളി തന്നെ വീഡിയോ എടുത്തോ പോസ്റ്ററില്ലാ രീതിയിലാണ് നമുക്ക് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും. സുഹൃത്തുക്കളുടെ സഹായം ആയങ്കിക്ക് നല്ലതുപോലെ ലഭിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങളിലേക്കും അന്വേഷണം കടക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. നിലവിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും പോലീസിനെയും അധിക്ഷേപിക്കുകയും വെല്ലുവിളിക്കുകയും ചെയ്ത കേസിൽ കണ്ണൂർ സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ആയങ്കിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി 14 ദിവസത്തേക്കാണ് ആയങ്കിയെ റിമാൻഡ് ചെയ്തത്. റിപ്പോർട്ടർ അർജുൻ കല്യാൺ, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ.